കാറ്റത്തിക്കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തനിക്ക് വിവാഹവിധിയിൽ നിന്നും താൻ വസിക്കുന്ന വീട്ടിൽ സ്ത്രീകൾ വായിൽ നിന്നും ജോത്സ്യർ പറഞ്ഞത് കേട്ട് സുഭാഷ് ആകെ ടെൻഷനോടെ മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് അവൻ പുറത്തേക്കിറങ്ങി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഹാളിലിരുന്ന് സംസാരിക്കായിരുന്ന നികേഷും നിധിയും സുധീഷും ഹരീഷും സുഭാഷേട്ടനെ വിളിച്ചു നിർത്തുന്നുണ്ട്. ആ ജോത്സ്യർ പറയുന്നത് കേട്ടിട്ടാണോ സുഭാഷേട്ടൻ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നത്? അയാൾക്കത് ജീവിതമാർഗ, അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും എന്ന് സുധീഷ് പറയുമ്പോൾ അത് ശരിയാ, ഇതൊക്കെ വിശ്വസിച്ച കുറെ പേരുടെ ജീവിതം കോഞ്ഞാട്ടായിട്ടുണ്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് സുഭാഷ് ഏട്ടൻ തളരരുത്. അയാളുടെ ഉദ്ദേശം നമ്മളെ ഇമോഷണലി തകർക്കുക എന്നതാ. പരിഹാരം കിട്ടാൻ വേണ്ടി നമ്മൾ അയാളുടെ അടുത്തേക്ക് തന്നെ പോകണം എന്ന് സുധീഷ് പറയുമ്പോൾ അതല്ല സുധീഷേ, അയാൾ പറഞ്ഞ പോലെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാം ശരിയാവും എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സുഭാഷ് ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഉമർത്തിരുന്ന അച്ഛനും എടാ കടുംപൊട്ട മാന്തബുദ്ധി, ഏതോ ഒരുത്തൻ ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി നീ വീട് വിട്ട് പോവാൻ പോവാണോ? നിങ്ങൾക്കൊന്നും വേറൊന്നും സംസാരിക്കാനില്ലേ? ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും ഉമ്മറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഹലോ എന്ന് സുധീഷ് വിളിക്കുന്നുണ്ട്. എന്താടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ലാതിരുന്ന ജാതകം പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഞാൻ ഇന്നലെ പറഞ്ഞതാ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് അച്ഛനും ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും സുഭാഷ് അടുത്തേക്ക് വന്ന് സുഭാഷ് ഏട്ടാ അയാൾ പറഞ്ഞത് തന്നെ പിന്നെ പിന്നെ ഇങ്ങനെ ഓർക്കല്ലേ എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നുമ്പോൾ പിന്നെ എന്തോർക്കാനാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ എന്ന് നിധി പറയുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ നിങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട. ജാതകം പുതിയത് എഴുതാൻ നിങ്ങൾ തീരുമാനിച്ചത് തന്നെ അതിലൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. പിന്നെ അയാൾ ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാ വിശ്വാസം ഇല്ലാതായത്? അതങ്ങനെ നല്ല സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് പറയുമ്പോൾ എനിക്കത് ശരിയാണെന്നാ തോന്നുന്നേ. നമ്മുടെ അമ്മ ആദ്യം പോയി, പിന്നെ അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആളും പോയി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അപ്പൊ ഞാൻ കഴിയുന്നില്ലേ സുഭാഷ് ഏട്ടാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതെ, നിധി ഇവിടെ കഴിയുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതൊരു കള്ളക്കല്യാണാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടി തൊലഞ്ഞു പോകുമെന്നുള്ള ടെൻഷനാണ് എനിക്ക് എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും ഹരീഷും അവിടുന്ന് എഴുന്നേറ്റ് അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ, ഇങ്ങനെയുള്ളവർ എന്ത് വേണമെങ്കിലും പറയും, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കരുത് എന്നൊക്കെ ഹരീഷ് പറയുമ്പോഴേക്കും നികേഷും സുഭാഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ സോറി, എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ജാതകം ഉണ്ടെങ്കിലേ പറ്റുമെന്ന് അവർ പറഞ്ഞപ്പോ അതില്ലാഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണ്ടെന്ന് കരുതി, അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് ഞാൻ കരുതിയില്ല എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷ് ടെൻഷനോടെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. നികേഷും ഹരീഷും അത് കണ്ട് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ചേർത്ത് പിടിക്കാണ്. അവർ നാലുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് കണ്ട് നിധിയും ആകെ ടെൻഷനോടെ നിൽക്കാണ്. പിന്നീട് രാത്രിയാവുമ്പോൾ നിധി ഉറക്കം വരാതെ ഉമ്മർത്ത് വന്നിരിക്കുന്നുണ്ട്. പാട്ട് കേട്ടോണ്ടിരിക്കുന്ന അച്ഛനും എന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ആകെ ടെൻഷനില്ല എന്ന് അവൾ പറയുമ്പോൾ ഞാൻ നിന്നോട് ഉറങ്ങിയില്ലേ എന്നാ ചോദിച്ചത്, അല്ലാതെ നിന്റെ ചോട്ടന് ടെൻഷനുണ്ടോ എന്നല്ല എന്ന് അച്ഛൻ പറയുമ്പോൾ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നവളും ചോദിക്കുന്നുണ്ട്. അതിനിവിടെ എന്താ സംഭവിച്ചത്? ആരും ആരെയും കൊന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ചത്തോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ചാവുന്നതാണോ കാര്യം എന്നവളും ചോദിക്കുന്നുണ്ട്. ചാവുന്നതും വലിയ കുഴപ്പമൊന്നുമല്ല എന്ന് അച്ഛൻ പറയുമ്പോൾ വെറുതെ വേണ്ടാത്തൊന്നും പറയല്ലേ, ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം സുഭാഷ് ചേട്ടനാണെന്നാ ആ പാവം കരുതിയിരിക്കുന്നത് എന്നവൾ പറയുമ്പോൾ ഞാനും അങ്ങനെയാ കരുതിയേ, പക്ഷേ ഞാൻ നിങ്ങളെപ്പോലെ അന്ധവിശ്വാസി അല്ലാത്തതുകൊണ്ട് അതങ്ങ് വിട്ടു എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്താ കാരണം എന്നറിയോ എന്നവൾ ചോദിക്കുമ്പോൾ എന്താ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ എന്നവൾ പറയുമ്പോൾ ഓ ആണോ, ആയിക്കോട്ടെ ശരി എന്ന് അച്ഛനും പറയുന്നുണ്ട്. അവളൊന്ന് അകത്തേക്ക് നോക്കി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് നികേഷിന്റെ അമ്മയെ ഞാനിന്ന് കണ്ടതാ, അതിന് ഞാൻ എന്ത് വേണം എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ അവരെ പറ്റി പറയുമ്പോഴേ അച്ഛന്റെ മുഖം മാറി. അപ്പൊ അതിലെന്തോ കാര്യമുണ്ട് എന്നവൾ പറയുമ്പോൾ നീ പണിയൊന്നുമില്ലേ കുട്ടി, നീ കെട്ടിടം പണി നിർത്തിയിട്ട് പോലീസിൽ ചേര്, അതാ നല്ലത് എന്ന് അച്ഛൻ പറയുമ്പോൾ അവരിവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ, എങ്കിൽ സ്ത്രീകൾ വാഴാത്ത വീടെന്നുള്ള പേര് ദോഷം മാറിക്കിട്ടില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ ഈ വീടിന്റെ പേര് ദോഷം മാറ്റാനാണോ നീ തക്കലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് അച്ഛനെ ചോദിക്കുന്നുണ്ട്. നിധിയും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഉമ്മർത്തെ പടിയിൽ പോയിരിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന സുധീഷും അവൾ അവിടെ ഇരിക്കുന്നത് കണ്ട് അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ കൊതുകടിയും കൊണ്ടിരിക്കുന്നത് എന്നവൻ ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ ആകെ ടെൻഷനിലാണ് ഉള്ളത്, എനിക്കെന്തോ ആകെ ഒരു പേടി തോന്നുന്നു. സുഭാഷ് ചേട്ടനെ ഇന്ന് രാത്രി നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എന്നവൾ പറയുമ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും, താൻ പോയി കിടന്നുറങ്ങേ എന്ന് സുധീഷ് പറയുമ്പോൾ ശരി സുഭാഷ് ചേട്ടനെ ഇന്ന് രാത്രി നന്നായി ശ്രദ്ധിക്കണം എന്ന് വീണ്ടും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ പാട്ടും കെട്ടിയിരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്ന് സുധീഷ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ ജാതകം എടുത്ത് കൊടുത്തതാ എല്ലാം പ്രശ്നമായത്, രണ്ട് ജാതകവും ഒരുപോലെ വന്നതുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ ഇത്ര വിഷമായത് എന്നവൻ പറയുമ്പോൾ കാശ് കൊടുത്തൊരു ജാതകം എഴുതിച്ചിട്ട് അതൊന്നും നന്നായി എഴുതിക്കാൻ പറ്റാതെ നിങ്ങളാണ് എന്നെ കുറ്റപ്പെടുത്തുന്നേ, നീ പോടാ കോവർ കഴുതേ എന്ന് അച്ഛൻ പറയുമ്പോൾ കോവർ കഴുതേന്നോ, എന്നെയാണോ വിളിച്ചേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുധീഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ പായ വെച്ച് കിടക്കാണ് സുഭാഷും നികേഷും ഹരീഷും. എടാ ഏട്ടൻ ഉറങ്ങിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇപ്പൊ ഉറങ്ങിയുള്ളൂ, ഇത്രയും നേരം ഉറങ്ങാതെ കിടക്കായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആ ടെൻഷൻ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അതങ്ങ് ഫുള്ളായിട്ട് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞു നോക്കി, എന്തോ ആ പേടി മാറിയിട്ടില്ല എന്ന് നികേഷ് പറയുമ്പോൾ ജോത്സ്യർ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും ചോദിച്ചില്ല, എന്തായാലും ചെറിയ വിഷമം ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്.
എന്തായാലും ഇന്ന് രാത്രി നന്നായി ശ്രദ്ധിക്കണം എന്ന് നികേഷ് പറയുമ്പോൾ ഇനിയിപ്പോ ഉറങ്ങിയില്ലേ, രാവിലെയല്ലേ എണീക്കൂ, അതല്ലേ ശീലം എന്ന് സുധീഷും പറയാണ്. അവൻ സുഭാഷിനെ മെല്ലെ തട്ടി വിളിച്ചുകൊണ്ട് ഏട്ടാ ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ഉറങ്ങിയെന്നാ തോന്നുന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ അതേ എന്ന് അവരും തലയാട്ടുന്നുണ്ട്. ആ ജോത്സ്യർക്ക് 2 കൊടുക്കാനാ തോന്നിയത് എന്ന് സുധീഷ് പറയുമ്പോൾ അയാൾ എന്തിനു പറയണം, നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് ഇങ്ങനെ ഒരു കള്ളജാതകം എഴുതി തന്ന അയാൾക്കല്ലേ ആദ്യം കൊടുക്കണ്ടേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെ, നമ്മുടെ സംസാരം കേട്ട് ഇനി എഴുന്നേക്കണ്ട, ബാക്കി എടുക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും സുഭാഷിന്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും സുഭാഷ് അവരെ 3 പേരെയും നോക്കിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അനിയന്മാരെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ സുഭാഷും അവിടുന്ന് എഴുന്നേറ്റ് ജോത്സ്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിധി പാത്രങ്ങളൊക്കെ നോക്കി നികേഷിനോടായി എവിടെ കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല, പാവം സുഭാഷ് ഏട്ടൻ എല്ലാ സമയത്തും ഉണ്ടാക്കി തരും, എന്നാൽ അടുക്കള എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്നും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഇത്തവണ സാലറി കിട്ടുമ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പാത്രങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് നിധി പറയുമ്പോൾ നല്ല തീരുമാനം എന്നും പറഞ്ഞ് നികേഷും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എവിടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അറിയില്ല, ഇവിടെ കാണുന്നില്ല, മുറിയിലായിരിക്കുന്ന ഞാൻ കരുതിയെ എന്ന് നിധി പറയുമ്പോൾ മുറി എന്നല്ലേ ഞാൻ വന്നേ, അവിടെയില്ല എന്ന് നികേഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി എല്ലാവർക്കും ഉള്ള ചായ റെഡിയാക്കി ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സുധീഷിന് ചായ കൊടുക്കുമ്പോഴേക്കും ഇപ്പൊ വേണ്ട, ബ്രഷ് ചെയ്തിട്ട് കഴിക്കാം എന്നവന് പറയുന്നുണ്ട്. നല്ല ശീലമൊക്കെ തുടങ്ങിയോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന ഹരീഷും ആണോ എപ്പോ മുതലാ എന്ന് ചോദിക്കുന്നുണ്ട്. ഡാഡാ വേണ്ട വേണ്ട എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എവിടെ എന്ന് നിധി ചോദിക്കുമ്പോൾ വല്ല കടയിലേക്കും പോയി കാണും എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഇത്ര നേരത്തെയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ, ഇത്ര നേരത്തെയൊന്നും പോവാറില്ലല്ലോ എന്ന് നികേഷും പറയാണ്. നികേഷ് തന്റെ ഫോൺ എടുത്ത് സുഭാഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫാ എന്നവൻ പറയുമ്പോൾ അതെടുത്ത് മുറി ചാർജിനിട്ട് കാണും എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷും മുറിയിലേക്ക് പോവാണ്. മുറിയിലെത്തുമ്പോഴേക്കും കട്ടിൽ സുഭാഷിന്റെ ഫോൺ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. അവൻ ആ ഫോൺ എടുത്ത് ടേബിളിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ലെറ്റർ കാണാണ്. അവനതെടുത്ത് വായിച്ച് ആകെ ടെൻഷനോടെ ഹാളിലേക്ക് പോകുന്നുണ്ട്. അവൻ ഇത് നോക്ക് എന്നും പറഞ്ഞ് അത് ആ കഥ എല്ലാവർക്കുമായി നീട്ടുമ്പോഴേക്കും എല്ലാവരും ചേർന്ന് അത് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട നിധിക്കും അനിയന്മാർക്കും വേണ്ടി സുഭാഷ് ഏട്ടൻ എഴുതുന്നത്. ഇത്രയും കാലം ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാനാണെന്ന് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. നമ്മുടെ അച്ഛൻ കാരനാണ് ഈ വീട്ടിലാരും പെൺമക്കളെ കല്യാണം കഴിച്ച് തരാത്തതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതിനൊക്കെ കാരണം എന്റെ രാശിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കാകെ സങ്കടമായി. ഞാൻ കാരണം എന്റെ അനിയന്മാരുടെ ജീവിതം നശിക്കരുത്. എന്റെ രാശി കൊണ്ട് നിധി കൂടി ആ വീട്ടിൽ നിന്ന് പോകാനിട വരരുത്. അവളെ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളെ വീട്ടിലുണ്ടാവണം. എൻ്റെ അനിയന്മാരും കല്യാണം കഴിഞ്ഞ് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത്. ഇങ്ങനെയൊരു തീരുമാനം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ വീട് വിട്ടു പോകുന്നത്. ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനി ആരും എന്നെ അന്വേഷിച്ചു വരരുത് എന്നൊക്കെ സുഭാഷ് ഏട്ടൻ എഴുതിയ ലെറ്റർ വായിച്ച് നിധി സങ്കടത്തോടെ കരയാൻ തുടങ്ങുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അങ്ങനെ എവിടെയും പോയില്ല, ഇങ്ങോട്ട് തന്നെ വരും എന്ന് ഹരീഷ് പറയുമ്പോൾ അതിന് മാത്രം പ്രശ്നമൊക്കെ ഉണ്ടായോ ഹരീഷേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് വല്ലാതെ ഹേർട്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്തോ പ്രശ്നം വരാൻ പോവാന്ന്. ഒരു രാത്രി പോലും സുഭാഷ് ഏട്ടനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്ക് എന്ന് നിധി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ വരും. സുഭാഷ് ഏട്ടൻ നല്ല ഉറക്കായിരുന്നു, അത് കൺഫേം ആക്കിയിട്ടാ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ മതി നിർത്ത്, ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഉറക്കഴിച്ച് നോക്കിയിരിക്കുമായിരുന്നു. സുഭാഷ് ഏട്ടനെ നിങ്ങൾ 3 പേരും ആ ലോകം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടിയാ പോകുന്നേ എന്ന് എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നേ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഇത് നടക്കില്ലായിരുന്നു. നടന്നതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരാതെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റതാ. അപ്പോഴേ സുഭാഷ് ഏട്ടനെ കാണാനില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിധി പൊട്ടിക്കരയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ച് അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കത്തൊക്കെ എഴുതി വെച്ച് പോയിരിക്കുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ അവൻ എങ്ങോട്ട് പോവാൻ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ദേ ഇത് നോക്ക് എന്ന് പറഞ്ഞ് കത്ത് അച്ഛന് കൊടുക്കുമ്പോഴേക്കും അച്ഛനും കത്ത് വായിക്കാണ്. അച്ഛനും മറുത്തുണ്ടായിരുന്നില്ലേ സുഭാഷ് ഏട്ടൻ പോകുന്നത് കണ്ടില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ നല്ല ഉറക്കായിരുന്നു എന്ന് അച്ഛനും പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോയി അന്വേഷിക്കാൻ നോക്ക് എന്ന് നിധി പറയുമ്പോൾ ഹരീഷേട്ടാ വാ എന്നും പറഞ്ഞ് നികേഷും ഹരീഷും മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്താ ഇങ്ങനെ നിൽക്കുന്നേ, പോയി നോക്ക് എന്ന് സുധീഷിനോട് പറയുമ്പോഴേക്കും അവനും അകത്ത് ചെന്ന് ഷർട്ട് മാറ്റി മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും ഞാനും പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. നിധിയും ആകെ ടെൻഷനോടെ അവർ പോകുന്നത് നോക്കി പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കാണ്. ആ ലെറ്ററും കൈ പിടിച്ച് ആകെ ടെൻഷനോടെ കരഞ്ഞോണ്ട് നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കുടിന്റെ ബാക്കി വിശേഷങ്ങളുമായി